السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وهزي إليك بجذع النخلة تساقط عليك رطبا جنيا فكلي واشربي وقري عينا فإما ترين من البشر أحدا فقولي إني نذرت للرحمن صوما فلن نكلم اليوم إنسيا فأتت به قومها تحمله قالوا يا مريم لقد جئت شيئا فريا يا أخت هارون ما كان أبوك امرأ سوء وما كانت أمك بغيا فأشارت إليه قالوا كيف نكلم من كان في المهد صبيا قال إني عبد الله آتاني الكتاب وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا ذلك عيسى ابن مريم قول الحق الذي فيه يمترون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ പ്രവാചകൻ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചുള്ള നമ്മുടെ പഠന വിഷയപരമ്പരയിൽ കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറിയം ബീവിയുടെ അരികിൽ വന്ന് കുഞ്ഞുണ്ടാകുന്ന വിവരം പറഞ്ഞറിയിച്ച സന്ദർഭത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ഖാലത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ എന്ന് പറയുകയും പാരായണം ചെയ്യുകയും ചെയ്യേണ്ടിടത്ത് കഴിഞ്ഞ നമ്മുടെ സംസാരത്തിന്റെ ചില അവസരങ്ങളിൽ അഊദു ബിർറഹ്മാനി ഇൻ കുൻത തഖിയ മിൻക എന്നത് വിട്ടുപോയിക്കൊണ്ട് പാരായണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ക്ലാസിന്റെ ശേഷം അത് ശ്രദ്ധയിൽപ്പെടുത്തിയ മാന്യ സഹോദരങ്ങളോട് നന്ദി പറയുകയാണ്. മനഃപൂർവമല്ലാതെ ഒരു പദം അതിൽ നിന്ന് വിട്ടുപോയത് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാകട്ടെ. ഇനിയും മറവി സംഭവിക്കാതെയും അബദ്ധങ്ങളില്ലാതെയും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും കാര്യങ്ങൾ പറയുവാനുമൊക്കെയുള്ള തൗഫീഖും ഇൽമും നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ അവരുടെ പ്രസവം അടുത്ത ആ ഘട്ടത്തിൽ
അത്ഭുതകരമായ നിലക്കുള്ള ഗർഭധാരണവും പ്രസവം നടക്കുന്ന അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിച്ചല്ലോ. അവർക്ക് പ്രസവവേദന വന്ന ഘട്ടത്തിൽ അല്ലാഹു അവരോട് പറഞ്ഞ നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു? വഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ല തുസാഖിതു അലൈകി റുതബൻ ജനിയ ഫകുലി വശ്റബി വഖർരി ഐനാ فإما ترين من البشر أحدا فقولي إني نذرت للرحمن صوما فلن أكلم اليوم إنسيا وهزي إليك നിന്റെ അടുക്കലേക്ക് നീ പിടിച്ചു കുലുക്കിക്കൊള്ളുക. ബിജിദ്ഇൻ നഖ്ല ഈത്തപ്പനത്തടി നീ പിടിച്ചു നിന്നിലേക്ക് കുലുക്കിക്കൊള്ളുക. തുസാഖിത് അലൈകി അത് നിനക്ക് വീഴ്ത്തിത്തരും. റുതബൻ ജനിയ നല്ല ഫ്രഷായ പുതിയ ഈത്തപ്പഴം അത് വീഴ്ത്തിത്തരും. അങ്ങനെ ഫകുലി നീ ഭക്ഷിച്ചോളൂ, വശ്റബി കുടിക്കുകയും ചെയ്തോളൂ, വഖർരി ഐന നിന്റെ കണ്ണിന് കുളിർമയും ഉണ്ടായിക്കോട്ടെ. ഫൈമാ തറൈന മിനൽ ബശരി അഹദൻ മനുഷ്യരിൽ ആരെയെങ്കിലും നീ കാണുന്ന പക്ഷം ഫഖൂലി നീ പറഞ്ഞേക്കുക, ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ ഞാൻ അല്ലാഹുവിന് വേണ്ടി വ്രതം നേർച്ചയാക്കിയിരിക്കുകയാണ്. ഫലൻ ഉകല്ലിമൽ യൗമ ആകയാൽ ഇന്നത്തെ ദിവസം ഞാൻ സംസാരിക്കുകയില്ല ഇൻസിയ ഒരാളോടും, ഒരു മനുഷ്യനോടും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശം മഹദിക്ക് ലഭിക്കുകയാണല്ലോ. അല്ലെങ്കിൽ ആ നിർദ്ദേശം എങ്ങനെയാണ് വരുന്നത്? ഫനാദാഹ മിൻ തഹ്തിഹാ അല്ലാ തഹ്സനി ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയ എന്നൊക്കെ അതിന്റെ തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞു. അവരുടെ താഴ്ഭാഗത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു. അവിടെ നമ്മൾ വിശദീകരിച്ചു ആരാണ് ആ വിളിച്ചു പറഞ്ഞത്. താഴ്ഭാഗത്തുനിന്ന് താഴ്വരയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്കായിരുന്നു എന്ന് പ്രബലമായ അഭിപ്രായം. അപ്പൊ റബ്ബിന്റെ ഈ നിർദ്ദേശങ്ങളിൽ എന്താണുള്ളത്? വഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ല ഈത്തപ്പനത്തടി പിടിച്ചു കുലുക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. അത് നിനക്ക് ഫ്രഷായ നല്ല പുതിയ ഈത്തപ്പഴം അത് നിനക്ക് വീഴ്ത്തിത്തരും. പ്രസവവേദന അടുത്ത ഘട്ടത്തിൽ അത് തന്നെയും ഒരു അത്ഭുതമല്ലേ സഹോദരങ്ങളെ? ഒരു വലിയ അത്ഭുതം തന്നെയാണ്. ഒരു ചെറിയ മാവന്തയൊന്നല്ലല്ലോ ഈ പിടിച്ചു കുലുക്കാൻ. ആരാണ് പിടിച്ചു കുലുക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും ഒരു സ്ത്രീ അബലയും ദുർബലയുമാകുന്ന ഒരു ഘട്ടമാണ് പ്രസവവേദനയുടെ ഘട്ടം. പ്രസവത്തോടടുത്ത നിറവയറുമായി പ്രസവത്തോടടുത്ത വേദനയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയോടാണ്, ഒരു വനിതയോടാണ് കൽപ്പന. ഈത്തപ്പനത്തടി പിടിച്ചു കുലുക്കാൻ. നല്ല ആരോഗ്യ ദൃഢഗാത്രനായ നല്ല കെൽപ്പുള്ള ഒരു യുവാവ് തന്നെ ഈത്തപ്പനത്തടി പിടിച്ചു കുലുക്കിയ അത് കുലുങ്ങോ? അതിൽ നിന്ന് പഴം വീഴാൻ മാത്രം അത് ചലിക്കുവോ? നമുക്കൊക്കെ അറിയാലോ ഈത്തപ്പനത്തടി. ആ ഈത്തപ്പനത്തടി അതിന്റെ വണ്ണവും അതിന്റെ വലുപ്പവും അങ്ങനത്തെ ഒരു ഈത്തപ്പനത്തടി നമ്മൾ നല്ല ആരോഗ്യമുള്ള ഒരാള്, വലിയ കരുത്തുള്ള ഒരാള് പിടിച്ചു കുലുക്കിയാൽ തന്നെ അത് കുലുങ്ങും. എന്നിട്ട് അതിന് കുലുക്കിയിട്ട് വീഴാൻ മാത്രമുള്ള ഒരു കുലുക്ക് അത് കുലുങ്ങും. അത് തന്നെയും അത്ഭുതം എന്നാണ് അത് വിശദീകരിച്ചിടത്ത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. പ്രത്യേകിച്ച് നിറവയറുമായി പ്രസവത്തോടടുത്ത് പ്രസവത്തിന്റെ വേദനയും അടുത്ത ആ ഒരു സമയത്ത്, അത്തരത്തിലുള്ള ആ സമയത്ത് അവരെങ്ങനെ ഇത് പിടിച്ചു കുലുക്കും? അവര് ദുർബലമായ അവരുടെ കൈകൾ, ആ ഒരു കൈകൾ കൊണ്ട് കുലുക്കിയിട്ട് എന്ത് വീഴാനാ? അത് തന്നെയും അത്ഭുതം. അതൊരു കാരണം അല്ലാഹു തആല നിശ്ചയിക്കണം പിടിച്ചു കുലുക്കാൻ. ആ കുലുക്കലിന്റെ ശക്തിയൊന്നുമില്ല, അത് പിടിച്ചു കുലുക്കുന്നു, അത് കുലുങ്ങുന്നതും അതിൽ നിന്ന് പഴം വീഴ്ത്തിക്കൊടുക്കുന്നതും അത് അത്ഭുതകരമായ കാര്യം സംഭവിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. وهزي إليك بجذع النخلة تساقط عليك رطبا جنيا. ഇനി അത് വിശദീകരിച്ചിടത്ത് പണ്ഡിതന്മാർ, വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കളെല്ലാം പറഞ്ഞ മറ്റൊരു കാര്യം കൂടി സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഗുണം ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതായത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി, മഹാനായ അംർ ഇബ്നു മൈമൂൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഇത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, ഇബ്നു കസീർ റഹിമഹുള്ളയുടെ തഫ്സീറിൽ കാണാം, അദ്ദേഹത്തിന്റെ തന്നെ ചരിത്ര ഗ്രന്ഥമായ അംബിയാക്കളെ സംബന്ധിച്ചുള്ള ചരിത്രം പറഞ്ഞെടുത്ത് കാണാം. മൊത്തം ചരിത്രം രേഖപ്പെടുത്തിയാൽ ബിദായത്ത് വന്നിഹായ എന്ന ഗ്രന്ഥത്തിൽ കാണാം. അങ്ങനെ പല ഗ്രന്ഥങ്ങളിലും നമുക്ക് ഈ ഉദ്ധരണി കാണാൻ സാധിക്കും. എന്താണ് അവിടെ പറയുന്നത്? ലൈസ ശൈഉൻ അജ്വദ ലിന്നിസാ ലിന്നുഫസാഇ മിനത്തംരി വറുതബ് ثم تلا هذه الآية وهزي إليك بجذع النخلة تساقط عليك رطبا جنيا.
ഈ ആയത്ത് പറഞ്ഞുകൊണ്ട് അംർ ഇബ്നു മൈമൂൻ റഹിമഹുല്ലാഹ് പറയാണ്, ലൈസ ശൈഉൻ അജ്വദ ലിന്നുഫസാ, പ്രസവത്തോടടുത്ത സ്ത്രീകൾക്ക്, ഗർഭവതികളായ സ്ത്രീകൾക്ക് മെച്ചപ്പെട്ട ഒരു വസ്തുവില്ല മിന തംരി വറുതബി, കാരക്കയും ഈത്തപ്പഴവും പോലെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഭക്ഷണം വേറെയില്ല. അതുകൊണ്ട് ഗർഭിണികളായ സ്ത്രീകൾ പ്രസവത്തോടടുക്കുന്ന ഘട്ടത്തിൽ ഒരു ഈത്തപ്പഴം കഴിക്കുക എന്നുള്ളത് ആധുനിക വൈദ്യശാസ്ത്രം അടുത്ത കാലഘട്ടത്തിൽ മാത്രം കണ്ടെത്തിയ ഒരു വസ്തുതയാണ്. അപ്പൊ ഇത് പല പണ്ഡിതന്മാരും എടുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ റബീഉ ഇബ്നുൽ ഖൈസം റബീഉ ഇബ്നുൽ ഖൈസം തഫ്സീറുൽ ഖുർതുബിയിൽ ഇമാം ഖുർതുബി രേഖപ്പെടുത്തിയത് കാണാം, മാലിൻ നുഫസാഇ ഇൻദി ഖൈറുൻ മിനർ റുതബി ലിഹാദിഹിൽ ആയ വലൗ അലിമ അല്ലാഹു ശൈഅൻ ഹുവ അഫ്ളൽ മിനർ റുതബി ലിന്നുഫസാഇ ലഅത്അമഹു മറിയം. എന്താണ് അദ്ദേഹം പറയുന്നത്? മാലിൻ നുഫസാഇ ഇൻദി ഖൈറുൻ മിനർ റുതബി, പ്രസവവേദന അടുത്ത ഗർഭം പൂർത്തിയായി നിൽക്കുന്ന, പ്രസവത്തോടടുത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഫ്രഷായ ഈത്തപ്പഴം പോലെ ഹൈറായ ഒരു ഭക്ഷണം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഈ ആയത്തിൽ നിന്നാണ് ഞാനത് ഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം പറയണം. മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞു, വലൗ അലിമ അല്ലാഹു ശൈഅൻ ഹുവ അഫ്ളൽ മിനർ റുതബി ലിന്നുഫസാഇ ലഅത്അമഹു മറിയം. അങ്ങനെയുള്ള ആ ഒരു ഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ആഹാരം ഉണ്ടായിരുന്നുവെങ്കിൽ അത് മറിയം ബീവിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് ഭക്ഷിപ്പിക്കുമായിരുന്നല്ലോ. അപ്പൊ അവിടെ പ്രത്യേകം പറഞ്ഞത് ഈ റുതബാണല്ലോ, റുതബൻ ജനിയ എന്നാണല്ലോ, ഈ പാകമായ നല്ല പഴുത്ത ഈത്തപ്പഴം. അതുകൊണ്ട് തന്നെ വലിദാലിക ഖാലു, പണ്ടേ പണ്ഡിത ലോകത്തെ ചർച്ചയുണ്ട്, അത്തംറു ആദ ലിന്നുഫസാഇ മിൻ ദാലികൽ വഖ്ത് വകദാലിക തഹ്നീക്. പണ്ട് മുതലേ ഗർഭത്തിൽ പ്രസവത്തോടടുത്ത സ്ത്രീകൾ ഈത്തപ്പഴം കഴിക്കുന്ന ഒരു പതിവ് പണ്ട് കാലത്തേ ഉണ്ട്. ഇത് കാരണത്താൽ മാത്രമല്ല നവജാത ശിശുവിന്റെ വായിൽ തഹ്നീക്കിന് വേണ്ടി അഥവാ മധുരം തൊട്ട് കൊടുക്കുമ്പോഴും ഈ തംറ് ചവച്ചിട്ടാണല്ലോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മധുരമൂട്ടിയത്. മാത്രമല്ല പറയപ്പെട്ടിട്ടുമുണ്ട്, ഇദാ അസ്റ വിലാദുഹാ ലം യകുൻ ലഹാ ഖൈറുൻ മിനർ റത്ബ്, പ്രസവം ഞെരുക്കമായി കഴിഞ്ഞാൽ കൊടുക്കാവുന്ന ഒരു മരുന്ന് തന്നെയാണിത് എന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രം വളരെ വൈകി അടുത്ത കാലത്ത് മാത്രം കണ്ടുപിടിച്ചൊരു കാര്യം, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ റഹ്മാനായ റബ്ബ് ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിലോ സന്ദർഭത്തിലൂടെയുമായി ഉണർത്തിയതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. എന്നാൽ എന്തിനും ഉണ്ടാകുമല്ലോ ചില എക്സംഷനുകൾ അഥവാ ചില വിട്ട് ഒഴിവുകൾ. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, ഇതിന്റെ ഉപയോഗത്തിലും ഇത് ഉപയോഗിച്ചാൽ പ്രയാസമുണ്ടാകുമെന്ന് തോന്നുന്ന ആളുകൾ ഇതിന്റെ ഉപയോഗം ശ്രദ്ധിച്ചു വേണം. ആ വാചകവും വളരെ ശ്രദ്ധേയമാണ്. കാരണം ഇപ്പൊ ഷുഗർ രോഗികൾ, അതുപോലെ തന്നെ ഈത്തപ്പഴം കഴിക്കാൻ പറ്റില്ല എന്ന് പറയപ്പെടുന്ന ആളുകൾ അതിന്റെ ഉപയോഗം ശ്രദ്ധിച്ചു വേണം. അതല്ലാത്ത പൊതു കാര്യങ്ങളിൽ, പൊതുവായ സ്ത്രീകളിൽ ഒരു നോർമൽ ഘട്ടത്തിൽ അവർക്ക് ഇത് ഉപയോഗിക്കാം. അതിന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാമെന്ന് ഇത് വിശദീകരിച്ചിടത്ത് ധാരാളം പണ്ഡിതന്മാർ രേഖപ്പെടുത്തി കാണാം. എന്നാൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് നിർദ്ധാരണം ചെയ്തെടുത്തുകൊണ്ട് പണ്ഡിതന്മാർ ഇത് മനസ്സിലാക്കി. എന്നാൽ ഈ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസുകളെ സംബന്ധിച്ചു പണ്ഡിതന്മാരുടെ അഭിപ്രായം അവ സ്വീകാര്യമായ പരമ്പരയിലൂടെ വന്നതോ ആ നിലക്ക് സിഹത്തുള്ള സഹീഹായ ഹദീസുകളോ അല്ല. ഉദാഹരണമായി ചില ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം, ഇതിനോട് അനുബന്ധമായി കൊണ്ട് ചേർത്ത് കൊടുത്ത ഒരു ഹദീസ് കാണാം. അതിലെന്താണ് പറയുന്നത്? أطعموا نساءكم الولد الرطب فإن لم يكن رطب فتمر وليس من الشجر شجرة أكرم على الله من شجرة نزلت تحتها مريم بنت عمران. എന്താ അതിന്റെ ആശയം? എന്താണ് പറയുന്നത്? നിങ്ങളുടെ സ്ത്രീകളെ പ്രസവത്തോടനുബന്ധിച്ച് ആ സമയഘട്ടം എത്തി നിൽക്കുന്ന നിങ്ങളിലെ സ്ത്രീകളെ നിങ്ങൾ റുതബ് ഭക്ഷിപ്പിക്കുവീൻ, ഈത്തപ്പഴം ഭക്ഷിപ്പിക്കുവീൻ. ഈത്തപ്പഴം കിട്ടാനില്ലെങ്കിൽ കാരക്ക കൊടുക്കുവീൻ. മരങ്ങളിൽ വെച്ച് ഏറ്റവും അനുഗ്രഹീതമായ മരം ഏതൊരു മരത്തിന്റെ താഴെയാണോ മഹദിയായ മറിയം ബീവി വിശ്രമിക്കാനിരുന്നതെങ്കിൽ ആ മരം തന്നെയാണ്, അതിലപ്പുറം മറ്റൊരു മരമില്ല എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിലെ സ്ത്രീകൾക്ക് നിങ്ങൾ ഈത്തപ്പഴം ഭക്ഷിപ്പിക്കണം. ഈത്തപ്പഴം പാകമായത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തമ്രായാലും വേണ്ടില്ല എന്ന് പറയുന്ന ചില റിപ്പോർട്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതുദ്ധരിച്ച ഇബ്നു കസീർ റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ തന്നെ പറഞ്ഞു, ഇത് അസ്വീകാര്യമായ ഹദീസുകളുടെ ഗണത്തിലാണ് പെടുന്നത്, സഹിഹായി വന്നിട്ടില്ല.
അത് സഹിഹായി വന്നിട്ടില്ല. എന്നാൽ ആയത്തിൽ നിന്ന് നിർദ്ധാരണം ചെയ്തുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെയും മനസ്സിലാക്കാമെന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ, പൂർവികരും ആധുനികരുമെല്ലാം രേഖപ്പെടുത്തിയിട്ടുമുണ്ട് എന്നുകൂടി സാന്ദർഭികമായി ഇതോടനുബന്ധമായി കൊണ്ട് ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി സഹോദരന്മാരെ, മഹദിയായ മറിയം റളിയല്ലാഹു തആല അൻഹ, അള്ളാഹുവിന്റെ ഈ കൽപ്പന, ഈ നിർദ്ദേശം അവരോട് നിങ്ങൾ ഭക്ഷിച്ചോളൂ. അവർക്കവിടെ ഭക്ഷണമുണ്ട്, അരുവി ഒഴുകുന്നുണ്ട്, വെള്ളമുണ്ട്, കൺകുളിർമ, കണ്ണിന് കുളിർമ വരട്ടെ എന്നാ അള്ളാഹു തആല നിർദ്ദേശിക്കുന്നത്. ഖുർറത്തുൽ ഐൻ ഉണ്ടായിക്കോട്ടെ, വിഷമിക്കും ദുഃഖിക്കൊന്നും വേണ്ട, വിഷമിക്കും ദുഃഖിക്കൊന്നും വേണ്ട, കണ്ണിന് കുളിർമ. അത് ചൂടുണ്ടാകുമ്പോഴല്ല. സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട്, സന്താപത്തിന്റെ കണ്ണീരിന് ചൂടായിരിക്കും, സന്തോഷ കണ്ണീർ തണുപ്പായിരിക്കും. സങ്കടപ്പെട്ട് കരയുന്ന, പ്രയാസപ്പെട്ടുകൊണ്ട് കരയുന്ന കരച്ചിലിന്റെ കണ്ണുനീർ ചുടുബാഷ്പം എന്നാണ് നമ്മൾ പറയാറുള്ളത്. ചുടുബാഷ്പമായിരിക്കും, അത് ചൂടുള്ള കണ്ണുനീരായിരിക്കും. സന്തോഷത്തിന്റെ കണ്ണുനീർ, കൺകുളിർമയിൽ നിന്ന് വരുന്ന കണ്ണീര്, അത് തണുപ്പുള്ളതായിരിക്കും. അള്ളാഹു പറയാണ്, വിഷമിക്കണ്ട, സങ്കടപ്പെടണ്ട, ഭക്ഷണം ഇവിടെയുണ്ട്, വെള്ളം ഇവിടെയുണ്ട്, മനസ്സമാധാനപ്പെട്ടോളൂ, ഒന്നുകൊണ്ടും സങ്കടപ്പെടേണ്ട, സന്തോഷിച്ചോളൂ എന്നാണ് പറയുന്നത്. വഖർരി ഐന. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലല്ലേ ആരെങ്കിലും കണ്ടാൽ ആ രൂപത്തിൽ ആളുകളോട് വേറെ വർത്തമാനത്തിനൊന്നും അധികം നിൽക്കണ്ട, ഞാൻ വ്രതത്തിലാണ്, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് മാത്രം പറയാ. അത് തന്നെയും പറഞ്ഞോളൊന്നുമില്ല, അവിടെ മുതൽക്ക് തന്നെ കാണുമ്പോ തന്നെ സംസാരം നിർത്തി ആംഗ്യത്തിൽ പറഞ്ഞാൽ മതി, മുണ്ടൂല. ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, ഞാൻ മിണ്ടൂല എന്ന് പറയാണ്. ഇവിടെ നോക്കൂ സഹോദരന്മാരെ, ആ ശരീഅത്തിൽ അഥവാ അന്ന് ആ കാലഘട്ടത്തിൽ അനുഷ്ഠിച്ചു പോരുന്ന ശരീഅത്ത് നിയമപ്രകാരം മൗനവ്രതം ഇസ്ലാം അനുവദിച്ചു കൊടുത്തൊരു സംഗതിയായിരുന്നു. മിണ്ടാതിരിക്കുക എന്നുള്ളൊരു വ്രതം അന്ന് നിലവിലുണ്ട്. മിണ്ടാതിരിക്കുക എന്നുള്ളത് ഒരു പുണ്യകർമ്മമാണ്. പുണ്യകർമ്മമാണല്ലോ നേർച്ചയാക്കാൻ പറ്റും. കേവലം ഒരു അനുവദനീയമായ കാര്യമല്ലല്ലോ നേർച്ചയാക്കുക. ഒരു സുന്നത്തെ എന്ത് ചെയ്യാൻ പറ്റും? നേർച്ചയാക്കാൻ പറ്റും. അപ്പൊ ആ കാലഘട്ടത്തിൽ വ്രതമനുഷ്ഠിക്കുമ്പോ മിണ്ടാതിരിക്കുക, മൗനം പാലിക്കുക എന്നുള്ളത് കൂടി അന്ന് ആ ശരീഅത്തിൽ അഥവാ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള നിയമസംഹിതയിൽ ഉണ്ടായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാമിക ശരീഅത്തിൽ ആ നിയമം ഇല്ല. നമുക്ക് മൗനവ്രതം എന്ന ഒന്നും നമുക്ക് പാടില്ല. നമുക്ക് മിണ്ടാതിരിക്കുക, മൗനവ്രതത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുണ്യകർമ്മമായിട്ടൊരു മിണ്ടാതിരിക്കുക എന്നുള്ളൊരു നയം അത് നമുക്ക് ഇല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുകയാണ്. അവർ പറയാണ്, ബൈനമൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്തുബു ഇദാ ഹുവ ബിറജുലിൻ ഖായിമിൻ ഫസഅല അൻഹു فقالوا أبو إسرائيل نذر أن يقوم في الشمس ولا يقعد ولا يستظل ولا يتكلم ويصوم فقال النبي صلى الله عليه وسلم مروه فليتكلم وليستظل وليقعد وليتم صومه. رواه البخاري رحمه الله. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ പറയാണ്, ഒരു സംഭവം പറയാണ്, ബൈനമൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്തുബു. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കെ ഇദാ ഹുവ ബിറജുലിൻ ഖായിമിൻ, ഒരാളുണ്ട് പള്ളിക്ക് പുറത്തിങ്ങനെ നിൽക്കുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ഒരാൾ പള്ളിക്ക് പുറത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ കുറിച്ച് ചോദിച്ചു, എന്താരാ അവിടെ അങ്ങനെ നിൽക്കുന്നത്? സഹാബിമാര് പറഞ്ഞു, അബൂ ഇസ്രായീൽ, അദ്ദേഹത്തിന്റെ പേരാണ് അബൂ ഇസ്രായീൽ. അബൂ ഇസ്രായീലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. എന്താ അദ്ദേഹത്തിന്റെ പ്രശ്നം? നദറ, അദ്ദേഹം നേർച്ചയാക്കിയിരിക്കുകയാണ്, അൻ യഖൂമ ഫി ശംസി, വെയിലത്ത് നിൽക്കാനാ നേർച്ച, വലാ യഖൂദ, ഇരിക്കൂലാന്നാണ്. നിൽക്കാനൊരു നേർച്ച, അത് തന്നെ തണലത്തൊന്നല്ല, വെയിലത്തെ നിൽക്കും. അപ്പൊ വെയിൽ കൊണ്ട് ഇങ്ങനെ നിൽക്കാൻ നേർച്ചയാക്കിയിട്ടുണ്ട്, ഇരിക്കൂലാന്നാണ് അദ്ദേഹത്തിന്റെ ഒരു നേർച്ച. വലാ യസ്തദില്ല, തണലത്തേക്ക് കയറി ഇരിക്കൂലാന്നാണ്. വലാ യതകല്ലമ, അടുത്ത നേർച്ച എന്താണ്? മിണ്ടൂല. വയസൂമ, നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ട്. 3 കാര്യങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. നോമ്പാണ്, ഭക്ഷണമില്ല, മിണ്ടാട്ടമില്ല, സംസാരിക്കൂല, തണലത്തേക്ക് നിൽക്കൂല, ഇരിക്കൂല, വെയിലത്ത് നിൽക്കും ചെയ്യും. ഇങ്ങനെയൊക്കെ നേർച്ചയാക്കിയിട്ട് അദ്ദേഹം അവിടെ അങ്ങനെ നിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയപ്പെട്ടു. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുറൂഹു, അദ്ദേഹത്തോട് പോയിട്ട് പറയേ, ഫൽയതകല്ലം, മിണ്ടാൻ പറ,
സംസാരിക്കാൻ പറ. മിണ്ടാതിരിക്കുന്ന ഒരു പരിപാടി നമുക്കില്ല. സംസാരിക്കാൻ പറ. അങ്ങനെ മൗനവ്രതം എന്നറിയണമെന്നില്ല. വല്ലസ്ഥലില്ല, തണലത്തേക്ക് കയറി വലിയ അവിടെ ഇരിക്കട്ടെ, തണലത്തേക്ക് നിൽക്കട്ടെ. വെയിലുള്ളാനൊരു നേർച്ചല്ല, നിൽക്കുക എന്ന് പറഞ്ഞിട്ടൊരു നേർച്ചല്ല. വലിയ ഇരിക്കട്ടെ. വൽയുതിമ്മ സൗമഹു, നോമ്പ് പൂർത്തിയാക്കാൻ പറ. 4 കാര്യങ്ങൾക്ക് വേണ്ടി നേർച്ചയാക്കിയപ്പോ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രം അവിടെ നിലനിർത്തി. അതെന്താ? നോമ്പ് നേർച്ചയാക്കലാണ് ആകെയുള്ളത്. അത് തുടരട്ടെ. മറ്റുള്ളതൊക്കെ ഇല്ലാത്ത സംഗതിയാണ് ഇപ്പൊ അയാൾ നേർച്ചയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അത് പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ നമ്മുടെ ശരീഅത്തിൽ മൗനവ്രതം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇല്ല എന്നുകൂടി സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ മഹദിയായ മറിയം റളിയല്ലാഹു തആല അൻഹ അവരോട് അല്ലാഹു നിർദ്ദേശിച്ച കാര്യമാണ്. ഇനി ആരെ കണ്ടാലും വേറെ അധികം വർത്തമാനത്തിനൊന്നും നിൽക്കണ്ട, ഇത് പറഞ്ഞാൽ മതി, ഞാൻ സംസാരിക്കൂല, ഞാൻ വ്രതത്തിലാണ്, മൗനവ്രതത്തിലാണ്. അങ്ങനെ നവജാത ശിശുവിനെയും വഹിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് ആ ഉമ്മ ജനസമക്ഷത്തിലേക്ക് പോവുകയാണ്. فأتت به قومها تحمله قالوا يا مريم لقد جئت شيئا فريا فأتت به قومها تحمله فأتت به അങ്ങനെ മറിയം ആ കുഞ്ഞിനെയും കൊണ്ട് ചെന്നു ഖൗമഹാ അവരുടെ ജനതയുടെ അടുക്കൽ. തഹ്മിലുഹു ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട്, ആ കുട്ടിയെയും എടുത്തുകൊണ്ട് അവൾ തന്റെ ജനങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. ഖാലൂ അവര് പറഞ്ഞു, ഹേ മറിയം, യാ മറിയം, ഹേ മറിയമേ, ലഖദ് ജിഇതി ശൈഅൻ ഫരിയാ, മറിയമേ അത്യാശ്ചര്യകരമായ ഒരു കാര്യം നീ ചെയ്തിരിക്കുന്നു. അവൻ ആരോപണം പറയാൻ തുടങ്ങി. അത്യാശ്ചര്യകരമായ ഒരു കാര്യമാണ് നീ ചെയ്തിട്ടുള്ളത് എന്ന് ആരോപണം പറയാൻ തുടങ്ങി. മുമ്പ് തന്നെ ഈ വിവരം അറിഞ്ഞപ്പോ ബന്ധുജനങ്ങളിൽ നിന്നും ഇഷ്ടജനങ്ങളിൽ നിന്നുമൊക്കെ ചില ചോദ്യങ്ങൾ മറിയം ബീവിയോട് ചോദിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഇത് വിശദീകരിച്ചിടത്ത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അതെന്താണ്? ഇങ്ങനെ ഒരു ഭർത്താവില്ലാത്ത നിലക്ക് ഗർഭിണിയായ ആ മറിയമിനോട് ഇഷ്ടജനങ്ങളും ബന്ധുക്കളും തന്നെ അന്ന് പലരും ചോദിച്ചിട്ടുണ്ട്, യാ മറിയം ഹൽ യകൂനു സറഉൻ മിൻ ഗൈരി ബദരിൻ, മല്ല മറിയമേ, ഒരു വിത്ത് വിതക്കാതെ കൃഷി ഉണ്ടാകുമോ? കാലത്ത് അവര് പറഞ്ഞു, നഅം, ഉണ്ടാകും. ഫമൻ ഖലഖ അസ്സറഅൽ അവ്വൽ, എങ്കിൽ ആദ്യത്തെ ആ കൃഷിയെ നിർമ്മിച്ചവൻ ആരാണ്? മറിയം ബീവി തിരിച്ചു ചോദിച്ചിട്ടുണ്ടെന്ന്. സുമ്മ ഖാല, വീണ്ടും അവർ ചോദിച്ചിട്ടുണ്ട്, ഫഹൽ യകൂനു ശജറുൻ മിൻ ഗൈരി മാഇൻ വലാ മതറിൻ, മഴയോ വെള്ളമോ ഒന്നുമില്ലാതെ ഒരു ചെടി വളരുമോ? കാലത്ത് അവർ പറഞ്ഞു, നഅം, ഉണ്ടാകും. കാരണം ഫമൻ ഖലഖ അശ്ശജറൽ അവ്വൽ, ആദ്യത്തെ ചെടി ആര് സൃഷ്ടിച്ചു? അവർ വീണ്ടും ചോദിച്ചിട്ടുണ്ട്, ഫഹൽ യകൂനു വലദുൻ മിൻ ഗൈരി ദക്കരിൻ, ഒരാണിന്റെ സ്പർശമില്ലാതെ ഒരു കുട്ടി ഉണ്ടാകുമോ? അവര് പറഞ്ഞിട്ടുണ്ട്, നഅം, ഉണ്ടാകും. കാരണം ഇന്നല്ലാഹ ഖലഖ ആദമ മിൻ ഗൈരി ദക്കരിൻ വലാ ഉൻസ, ആണ് മാത്രമല്ല ഒരാണും പെണ്ണുമില്ലാതെ തന്നെ അല്ലാഹു തആല ആദമിനെ പടച്ചിട്ടുണ്ടല്ലോ എന്ന് സജ്ജനങ്ങളും ഇഷ്ടജനങ്ങളും ഒക്കെയായ ആളുകളോട് അവർ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ആ മറുപടി തൃപ്തിയുമായിരുന്നു. കാരണം അവർക്കറിയാം മറിയം പരിശുദ്ധയാണ്. എന്നാൽ ഇപ്പൊ ഈ ചോദ്യവും ഈ പരിഹാസമൊക്കെ നടത്തുന്നത് ഇഷ്ടജനങ്ങളോ യഥാർത്ഥത്തിൽ അവരുടെ സ്നേഹിക്കുന്ന ആളുകളോ അല്ല. അവിടെ ഉണ്ടായിരുന്ന ശത്രുജനങ്ങളാണ്. അവരെ ഒരു കാത്തു നിൽക്കേണ്, ഒരു ഇരകെട്ടാൻ. അവര് ദുഷ്പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. കൈക്കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിയപ്പോ ആ സമൂഹത്തിലുണ്ടായിരുന്ന ശത്രുജനങ്ങൾ മറിയമിനെ കുറിച്ചും സക്കരിയ നബി അലൈഹിസ്സലാമിനെ കുറിച്ചും അവിടെ തന്നെ ഉണ്ടായിരുന്നവര് സ്വാലിഹായിരുന്ന യൂസുഫ് നജ്ജാറിനെ കുറിച്ചുമൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പലരും സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മറിയം ബീവിയോട് അവർ ചോദിക്കുകയാണ്, യാ മറിയം ലഖദ് ജിഇതി ശൈഅൻ ഫരിയാ, അത്യാശ്ചര്യകരമായ ഒരു കാര്യം നീ ചെയ്തിട്ടുണ്ട്. തീർന്നില്ല, അവര് വീണ്ടും പറയാൻ തുടങ്ങി. യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയാ. യാ ഉഖ്ത ഹാറൂനെ, ഹാറൂനിന്റെ സഹോദരി, ഹാറൂനിന്റെ പെങ്ങളെ, ഹാറൂനിന്റെ സഹോദരി,
മാ കാന അബൂക്കി, നിന്റെ പിതാവായിരുന്നില്ലല്ലോ, ഇംറഅ സൗ, ഒരു ചീത്ത വൃത്തികെട്ട മനുഷ്യനായിരുന്നില്ലല്ലോ, വമാ കാനത് ഉമ്മുകി ബഗിയ്യാ, നിന്റെ മാതാവും ഒരു വേശ്യയായ പെണ്ണായിരുന്നില്ലല്ലോ. നല്ലൊരു തറവാട്ടിലുള്ള കുട്ടിയല്ല പെണ്ണേ നീ, നല്ലൊരു തറവാട്ടിലുള്ള കുട്ടിയല്ല നീ. എന്റെ ബാപ്പ ഇമ്രാൻ നല്ല വ്യക്തിയായിരുന്നല്ലോ, അയാളൊരു മോശക്കാരനായിരുന്നില്ലല്ലോ. അതുപോലെ തന്നെ വമാക്കാനത്തു ഉമ്മുക്കി, നിന്റെ ഉമ്മ അവളും ബഖിയ ഒരു വേശ്യയായിരുന്നില്ലല്ലോ. അതിന്റെ അർത്ഥം എന്താ? നീ വേശ്യയാണ്. അതാ അവര് പറഞ്ഞുകൊണ്ടുവരുന്നത്. ആ വമ്പിച്ച അപരാധം മറിയമിന്റെ പേരിൽ അവർ ചുമത്തുകയാണ്. പിന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? നല്ലൊരു സഹോദരന്റെ സഹോദരിയാണല്ലോ നീ. യാ ഉഖ്ത ഹാറൂൻ, ഹാറൂനിന്റെ സഹോദരി. ആരാണ് ഇവിടെ ഹാറൂൻ? ഈ ഹാറൂൻ ആരാണ്? പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ഇത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹോദരനായ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഹാറൂനാണ്. എന്നിട്ട് പലരും വിമർശനം ഉന്നയിച്ചു. കണ്ടോ, വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞ പൊട്ടത്തരം കൊണ്ട് നിറഞ്ഞതാണ്, ചരിത്രം പോലും അറിയൂല. മൂസാ നബിയും ഹാറൂൻ നബി ജീവിച്ച കാലഘട്ടം ഏത്? ആ ഹാറൂന്റെ പെങ്ങൾ എങ്ങനെ ഈ മറിയമാവുക എന്നും പറഞ്ഞുകൊണ്ട് അതിനെ വിമർശനം ഏത് കാലഘട്ടത്തിലും പലരും ഉന്നയിക്കാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹോദരനായ ഹാറൂൻ അല്ല ഇവിടെ പറഞ്ഞ ഹാറൂൻ. കാരണം മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ഈസ നബി അലൈഹിസ്സലാമിന്റെ ജനനത്തിന്റെയും ഇടക്ക് 13 നൂറ്റാണ്ടുണ്ട്. 13 നൂറ്റാണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് നീണ്ട കാലമാണ്. അപ്പൊ ആ ഹാറൂൻ നബി അല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. മറിച്ച് എന്താ? ഈ പേരിൽ ഒരു സഹോദരൻ, മറിയം ബീവിക്ക് ഒരു ബ്രദർ ഉണ്ടായിരുന്നു, ഒരു മൂത്ത ബ്രദർ, ഹാറൂൻ എന്ന പേരിൽ. അദ്ദേഹം നല്ല സ്വാലിഹായ മനുഷ്യനായിരുന്നു. അത് നമുക്ക് മനസ്സിലാക്കാൻ എന്താണ് മാർഗം? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായി സ്വഹീഹായ ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന 2135 നമ്പർ ഹദീസിൽ ഒരു സംഭവം കാണാം. മഹാനായ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു തആല അൻഹു എന്ന സ്വഹാബി, ആ സ്വഹാബിയോട് ഒരിക്കൽ നജറാൻ നിവാസികളായ ക്രിസ്ത്യാനികൾ അദ്ദേഹത്തോട് ചോദിച്ചു, കൈഫ ഇൻദകും ഫിൽ ഖുർആനി തഖൂലൂന ലിമറിയം യാ ഉഖ്ത ഹാറൂൻ വഹാറൂൻ മാത ഖബ്ല ഈസാ ബിഖുറൂൻ. നജറാനിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികള് മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു തആല അൻഹുവിനെ ഒന്ന് കുഴക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്താ ചോദിച്ചത്? കൈഫ ഇൻദകും ഫിൽ ഖുർആൻ, എങ്ങനെ നിങ്ങളുടെ ഈ ഖുർആനിൽ നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, മറിയമിനോട് ആൾക്കാർ പറഞ്ഞൊരു വർത്തമാനം യാ ഉഖ്ത ഹാറൂൻ, ഹാറൂനിന്റെ സഹോദരി എന്ന് അഭിസംബോധന ചെയ്തതായിട്ട് ഖുർആനിലുണ്ടല്ലോ. വഹാറൂൻ മാത ഖബ്ല ഈസാ ബിഖുറൂൻ, ഹാറൂൻ ആവട്ടെ ഈസയുടെയും എത്രയോ മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചു മരിച്ചുപോയ ഒരാളല്ലേ. പിന്നെ എങ്ങനെ ഖുർആനിൽ അങ്ങനെ പറയുന്നത്? നിങ്ങളുടെ നജറാൻ നിവാസികളായ ആളുകൾ മുഗീറ റളിയല്ലാഹു തആല അവരോട് ചോദിക്കുകയാണ്. അദ്ദേഹം ഒന്ന് സ്തബ്ധനായി. അങ്ങനെയാണല്ലോ, പ്രതീക്ഷിക്കാത്തൊരു ചോദ്യം കേൾക്കുമ്പോൾ അതിനെപ്പറ്റി അദ്ദേഹം ചിന്തിച്ചിട്ടില്ല. ഫസക്കത്തൽ മുഗീറത്ത് ബിൻ ശുഅബ, മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു തആല അൻഹു ഒന്നും മിണ്ടിയില്ല, മൗനം പാലിച്ചു. വഖാല, അദ്ദേഹം പറഞ്ഞു, മറുപടി ഇല്ലാഞ്ഞിട്ടല്ല, ഹത്താ അർജിഅ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെല്ലട്ടെ, അവിടെ കൊണ്ട് ജീവിച്ചിരിപ്പുണ്ടല്ലോ, ഞാൻ ചോദിക്കും, ഞാൻ വിവരം അറിഞ്ഞു വരാം. ഫറജഅ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് ചെന്നു, വിവരം പറഞ്ഞു അദ്ദേഹത്തോട്. ഫഖാല ലഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, അല്ലാ തുഖ്ബിറഹും അന്നഹും കാനൂ യുസമ്മൂന ബിൽ അംബിയാഇ വസ്സാലിഹീന ഖബ്ലഹും, അവരോട് പറഞ്ഞു കൊടുത്തൂടായിരുന്നോ അവർക്കുണ്ടാകുന്ന മക്കൾക്കൊക്കെ അവർ മുമ്പ് കാലത്തുണ്ടായിരുന്ന നബിമാരുടെയും സാലിഹീങ്ങളുടെ ഒക്കെ പേര് വെക്കാറുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഹാറൂൻ എന്ന് പറയുന്നത് മറിയം ജനിക്കുന്നതിന്റെ മുമ്പേ ജനിച്ചിട്ടുള്ള സഹോദരനാണ്. ആ സഹോദരൻ ഏറ്റവും കൂടുതൽ അവിടെ ഹാറൂൻ നല്ല ആബിദും നല്ലൊരു സാലിഹുമായി അറിയപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. മാത്രമല്ല ഹാറൂൻ എന്ന പേര്, നബിക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആ പേര് ധാരാളക്കണക്കിന് ആളുകൾ പിന്നീട് ആ സമൂഹത്തിൽ സ്വീകരിച്ചിരുന്നു എന്നവരെ ചില ഗ്രന്ഥങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കാണാം. ഒരു ജനാസയിൽ പങ്കെടുത്തപ്പോ 40,000 ആളുകൾ അതിൽ ഹാറൂൻ എന്ന പേരുള്ളവർ ഉണ്ടായിരുന്നു എന്നവരെ, അത്രത്തോളം ആ കാലഘട്ടത്തിൽ ഹാറൂൻ എന്ന പേരിന് പ്രസിദ്ധി ഉണ്ടായിരുന്നു എന്നൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചിടത്ത് എഴുതി കാണാം. അല്ലാഹു അഅലം.
അപ്പൊ ഏതായിരുന്നാലും ഇത് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ സഹപ്രബോധകനും പ്രചാരകനുമായിരുന്ന ഹാറൂൻ അല്ല എന്നുറപ്പാണ്. ഈ വിഷയത്തിൽ നമ്മൾ അത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ശരി, അപ്പൊ ഇവര് ഇതിൽ നിന്നും മറിയം ബീവിയുടെ മേൽ അവർ കുറ്റം ചുമത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ അവരുടെ ആ കുറ്റം ചുമത്തലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ അഭിശപ്തരായി. അതുകൊണ്ട് യഹൂദികൾ അള്ളാഹുവിന്റെ ശാപകോപത്തിന് വിധേയരാവാനുള്ള പല കാരണങ്ങൾ പറഞ്ഞിടത്ത് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലെ 156-ാമത്തെ സൂക്തത്തിൽ പറയുന്നുണ്ട്, വബികുഫ്രിഹിം വഖൗലിഹിം അലാ മറിയമ ബുഹ്താനൻ അളീമാ. അവരുടെ നിഷേധം കാരണത്താൽ അവർ ശപിക്കപ്പെട്ടു. അവരുടെ അവിശ്വാസം കാരണമായി അവർ ശപിക്കപ്പെട്ടു. വഖൗലിഹിം, അവരുടെ വാക്ക് കാരണവും അവർക്ക് അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്. അലാ മറിയം, മറിയമിന്റെ മേൽ അവർ ചില വാക്ക് പറഞ്ഞിട്ടുണ്ട്. എങ്ങനത്തെ വാക്ക്? ബുഹ്താനൻ അളീമാ, വമ്പിച്ച അപരാധമാണ് മറിയമിന്റെ മേൽ അവർ ചുമത്തിയത്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ട്? ലഅനത്തുണ്ട്, അള്ളാന്റെ ശാപമുണ്ട്, അവർക്ക് കോപമുണ്ട് എന്ന് അള്ളാഹു സൂറത്തുൻ നിസായിലെ 156-ാമത്തെ വചനത്തിലും പറഞ്ഞിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ എന്ത് ചെയ്യാനൊക്കെ ഈ വർത്താനം ഇങ്ങനെ കേൾക്കുമ്പോ എന്താ ഇപ്പൊ മഹദിക്ക് ചെയ്യാൻ പറ്റുക? ഇവരിതിങ്ങനെ ചോദിക്കല്ലേ, എന്താ പറയാൻ പറ്റുക? അള്ളാഹ് പറയാൻ, ഫഅശാറത് ഇലൈഹി ഖാലൂ കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ്യാ. അവര് വല്ലാത്തൊരവസ്ഥയിലായി ആ ഘട്ടത്തിൽ. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നത് കേട്ടോളൂ. فلما ضاق الحال وانحصر المجال وامتنع المقال عظم التوكل على ذي الجلال ولم يبق إلا الإخلاص والاتكال. അവരുടെ അവസ്ഥ വളരെ മനസ്സിന് വല്ലാത്ത വിഷമം തോന്നി. കാരണം അവർക്ക് അവരുടെ നിരപരാധിത്വം അറിയാം. പക്ഷെ ഇതെങ്ങനെ ഈ ജനത്തോട് പറയാം? ഞാൻ എന്താ ചെയ്യേണ്ടത്? അവരുടെ പ്രയാസവും അവരുടെ മനസ്സിന്റെ വിഷമവും അള്ളാഹുവിൽ അവരെ ഏൽപ്പിച്ചു, റബ്ബിൽ അവരെ ഏൽപ്പിക്കുകയാണ്. ഇഖ്ലാസോടുകൂടി റബ്ബിൽ തവക്കുലാക്കിയിട്ട് അള്ളാന്റെ നിർദ്ദേശപ്രകാരം അതേ പറഞ്ഞിട്ടുണ്ടല്ലോ മിണ്ടണ്ടാണ്. ഫഅശാറത് ഇലൈഹി, ഇതിനും ഘട്ടം ഒന്നും പ്രതികരിച്ചില്ല. എന്തു ചെയ്തു? കുട്ടിയിലേക്ക് ചൂണ്ടി. ആങ്ങിയാണല്ലോ, മിണ്ടൂലല്ലോ. മൗനം ഫലൻ നുകല്ലിമൽ യൗമ ഇൻസിയ, ഞാൻ മിണ്ടൂല. ഫഅശാറത് ഇലൈഹി, തന്റെ കയ്യിലിരിക്കുന്ന കൈക്കുഞ്ഞിലേക്ക് അവർ ചൂണ്ടുകയാണ്. അതിന്റെ അർത്ഥം എന്താ? പണ്ഡിതന്മാർ വിശദീകരിക്കണം. ഐ ഖാതിബൂഹു വകല്ലിമൂഹു, അവനോട് ചോദിച്ചു നോക്ക്, അവനോട് സംസാരിക്കൂ, നിങ്ങൾ അവനോട് സംസാരിക്കൂ, അവനോട് ചോദിക്കൂ എന്നർത്ഥം. ഫഇന്ന ജവാബകും അലൈഹി വമാ തബ്ഗൂന മിനൽ കലാമി ലദൈഹി, നിങ്ങൾക്കുള്ള ഉത്തരം അവൻ തരും, നിങ്ങളുടെ സന്ദേഹത്തിനുള്ള നിവാരണം അവൻ പറയും. ഫഅശാറത് ഇലൈഹി, ഇത് കേട്ടപ്പോൾ അവർക്ക് കൂടുതൽ ദേഷ്യം പിടിച്ചു. കളിയാക്കുകയാണ്. ഇതിപ്പോ കളിയാക്കലല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യും ചെയ്യാ, പുറമെ ഇതൊക്കെ ചെയ്യും ചെയ്യാന്ന് ചോദിക്കുമ്പോ പരിഹസിക്കും ചെയ്യേ. അവർക്ക് കൊള്ളബായി. ഖാലു, അവർ ചോദിച്ചു. അവരിൽ നിന്നുള്ള ഏറ്റവും വലിയ ദൗർഭാഗ്യവാനും തെമ്മാടികളും ധിക്കാരികളും ഒക്കെ വളരെ ഷൗട്ട് ചെയ്യുന്ന ശബ്ദത്തിൽ ചോദിച്ചു, കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ്യ, എങ്ങനെയാണ് തൊട്ടിലിൽ കിടക്കുന്നവരോ ശിശുവിനോട് ഞങ്ങൾ സംസാരിക്കുക? അതെങ്ങനെ നടക്കുന്ന കാര്യം? എല്ലാ തെമ്മാടിത്വം ചെയ്തതിനെ ചോദിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു കളിയാക്കുക എന്ന അർത്ഥത്തിൽ വളരെ ഗൗരവത്തോടെ ആ സമൂഹത്തിലെ ജനതയിലുണ്ടായിരുന്ന തെമ്മാടികൾ വിടാതെ പിന്നെയും ആ പ്രശ്നത്തിലേക്ക് നീളുകയാണ്. ഈ സമയത്ത് അത്ഭുതം സംഭവിക്കുന്നു. എങ്ങനെ ഞങ്ങൾ സംസാരിക്കും എന്ന് ചോദിച്ചല്ലോ. അവിടെ മുതൽ മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിച്ചു തുടങ്ങണം. ഖാല ഇന്നി അബ്ദുല്ലാഹ് آتاني الكتاب وجعلني نبيا وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا. 10 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന നിലക്ക് മണിമണിയായാണ് സംസാരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. എന്താ അവിടെ നടക്കാൻ പോകുന്നത്? ഇതൊക്കെ പറയാൻ എത്ര എളുപ്പമാണ്.
അത്ഭുതം നടക്കല്ലേ, അത്ഭുതം നടക്കല്ലേ. പുരുഷാരം ജനങ്ങൾ ഒന്നാകെ നിന്നിട്ട് ഒരു വനിതയെ വേശ്യയെന്ന് പറഞ്ഞു പരിഹസിച്ച് അതിന്റെ പേരിൽ അവരെ കളിയാക്കി മാനസികമായി അവരെ പീഡിപ്പിച്ച് ആ സമയത്ത് കുഞ്ഞിലേക്കാണ് ചൂണ്ടുമ്പോ അവിടെ നിന്നങ്ങനെ സംസാരം തുടങ്ങിയത്. എന്താ സംസാരിച്ചു തുടങ്ങുന്നത്? ആദ്യം തന്നെ പറയുന്നത് എന്താ? കാല, ആ കുഞ്ഞ് സംസാരിച്ചു തുടങ്ങി. ഇന്നി അബ്ദുല്ലാഹ്, നിശ്ചയം ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ലോകത്തിന് വരാൻ പോകുന്ന ഏറ്റവും വലിയ രൂപത്തിലുള്ള കളവിനെ ഖണ്ഡിക്കുന്ന വാചകമാണ് മഹാനായ ഈസ നബി അലൈഹിസ്സലാമിന്റെ കുഞ്ഞുനാവിലൂടെ പുറത്തേക്ക് വരുന്നത്. ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്, ഞാൻ അല്ലാഹുവിന്റെ പുത്രനല്ല, ഞാൻ മോനല്ല. കാരണം ഈസ നബിയെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്ന് പറയുന്നവർ ഈസ അല്ലാഹുവിന്റെ പുത്രനാണെന്ന കള്ളമാണ് ലോകത്ത് പ്രചരിപ്പിച്ചത്. അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള വാചകമാണല്ലോ അവര് പറഞ്ഞത്. അതേ ക്രിസ്ത്യാനികൾ, നസാറാക്കൾ പറഞ്ഞു വരത്തിയല്ലോ അല്ലാഹുവിന്റെ മോനാണ് ഈസയെന്ന്. അവർക്ക് ആ വാദം ഇനി കൊണ്ടുവരാൻ പോകുന്നവർക്കുള്ള മുൻകൂട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഖണ്ഡനം ഈ കുട്ടിയുടെ ഒന്നാമത്തെ വാക്ക് തന്നെയും ലോകത്തുള്ള ക്രിസ്ത്യാനികൾ ഇനി ക്രിസ്തു മതത്തെ അഥവാ മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച മതത്തെ വികൃതമാക്കുന്ന സമൂഹത്തിന് മറുപടി കൊടുത്തുകൊണ്ടാണ് ഈ പുന്നാര മഹത്തായ കുഞ്ഞുമോൻ തന്റെ ആദ്യ സംസാരത്തിന്റെ തന്നെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, റബ്ബിന്റെ തീരുമാനങ്ങളാണ്. എന്തൊക്കെ റബ്ബ് പറയണം, എന്തൊക്കെ പറയണം, എന്തൊക്കെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണം, അത് റബ്ബ് അവിടെയാണ് തോന്നിപ്പിച്ചാണ്, പറയിപ്പിക്കുകയാണ്. ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാന്റെ അടിമയാണ്, ഞാൻ അവന്റെ അള്ളാന്റെ അടിമയാണ്. ആ ഉബൂദിയത്ത്, ഞാൻ റബ്ബിന്റെ അടിമയാണ്, ഞാൻ റബ്ബല്ല. എനിക്കൊരു റബ്ബുണ്ട്, ആ റബ്ബിന്റെ അടിമയാണ് ഞാൻ അവന്റെ അബ്ദാണ് എന്നാണ് പറയുന്നത്. ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ്, ആതാനിയൽ കിതാബ്, എനിക്കവൻ വേദഗ്രന്ഥം തന്നിരിക്കുന്നു. വജഅലനീ നബിയ്യാ, എന്നെ അവൻ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു. ഈ മറുപടിയിൽ മറിയമിന്റെ പേരിലുള്ള ദുരാരോപണത്തിനുള്ള ഖണ്ഡനവും ഉണ്ട്. എന്താ അവിടെ കാരണം? അല്ലാഹു തആല പറഞ്ഞല്ലോ, ആതാനിയൽ കിതാബ വജഅലനി നബിയാന്നല്ലേ കുഞ്ഞിനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. എന്താ അങ്ങനെ പറയിപ്പിക്കുന്നത്? ഫഇന്നല്ലാഹ ലാ യുഅതി നുബുവ മൻ ഹുവ കമാ സഅമു ലഅനഹുമുല്ലാഹു വഖബ്ബഹും. ഇതുപോലെയുള്ള വൃത്തികേട് പറഞ്ഞു പ്രചരിപ്പിച്ചല്ലോ അവര് മറിയമിനെ കുറിച്ച്. അങ്ങനത്തെ ഒരു ഉമ്മയുടെ മോനിക്ക് അള്ളാഹു നുബുവത്തും കിതാബും ഒന്നും കൊടുക്കൂല. അപ്പൊ മറിയമിനെ കുറിച്ചുള്ള ആ കള്ളവാദത്തിന്റെ മറുപടി കൂടിയാണ്, ഞാൻ അങ്ങനത്തെ ഒരു ഉമ്മാന്റെ മോനല്ല. അങ്ങനത്തെ ഒരു ഉമ്മാന്റെ മക്കൾക്ക് വ്യഭിചാരം ശീലിച്ച അല്ലെങ്കിൽ വ്യഭിചാരികളായ ഒരാളുടെ ഉദരത്തിൽ നിന്ന്, ഒരു പരമ്പരയിൽ നിന്ന് ഒരു നബിയും വന്നിട്ടില്ല, ഒരു നബിയും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് അവർക്ക് കൂടിയുള്ള ഖണ്ഡനമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ബികുഫ്രിഹിം വഖൗലിഹിം അലാ മറിയമ ബുഹ്താനൻ അദീമ. കാരണം എന്താ? അവര് അന്ന് പലതും പറഞ്ഞിട്ടുണ്ട്. യഹൂദികൾ അന്ന് മറിയമിനെ കുറിച്ച് പലതും പറഞ്ഞു പരത്തിയിട്ടുണ്ട്. ലഅനഹുമുല്ലാഹ്, അവരെ അല്ലാഹ് ശപിക്കട്ടെ. അത് പറഞ്ഞവരെ ഒക്കെ അവരെ ശപിക്കട്ടെ. കാരണം അല്ലാഹു മറിയമിന്റെ നിരപരാധിത്വത്തെ തെളിയിച്ചിട്ടുണ്ട്. മറിച്ച് മറിയം ബീവിയെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? സിദ്ദീഖ വ ഉമ്മുഹു സിദ്ദീഖ. അവര് സത്യസന്ധയാണ്, അവര് സത്യസന്ധയാണ്, നിർമ്മലയാണ്, പവിത്രയാണ്. അവരുടെ മകനെ നബിയും മുർസലും ഒക്കെ ആക്കിയിട്ടുണ്ട്. സാധാരണ നിലക്കുള്ള നബിയും മുർസലും അല്ല, കിബാറുകളായ ഉലുൽ അസ്മുകളിൽ എണ്ണപ്പെടുന്ന 5 ആളുകളിൽ ഒരാൾ കൂടിയാണ് ആര്? മഹാനായ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഒരൊറ്റ സംസാരത്തിലൂടെ 10 കാര്യങ്ങൾ അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. 10 കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ വബർറൻ ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ശഖിയ്യാ വസ്സലാമു അലയ്യ യൗമ വുലിദ്തു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യാ. അത്ഭുതകരമായ ആ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നത് മാതാവായ മറിയം ബീവിയുടെ പവിത്രത വ്യക്തമാക്കുന്ന ഒരു ദൃഷ്ടാന്തം തന്നെയാണ് ആ പ്രഖ്യാപനം.
ശിശുവായിരുന്നപ്പോ തന്നെയാണല്ലോ ഈ പറയുന്നത്. അന്ന് നബിയായിട്ടുണ്ടോ? അന്ന് ഇഞ്ചീൽ കിട്ടിയിട്ടുണ്ടോ? പിന്നെന്താ അങ്ങനെ പറയുന്നത്? ആതാനിയൽ കിതാബ വജഅലനി നബിയ എന്നല്ലേ സംസാരിച്ചപ്പോ പറയുന്നത്. എനിക്ക് വേദഗ്രന്ഥം തന്നിട്ടുണ്ട്, എന്നെ നബിയാക്കിയിട്ടുണ്ട്. വാസ്തവത്തിൽ അന്ന് ഈസ നബിയാണോ? അന്ന് ഇഞ്ചീൽ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താ പറഞ്ഞത്? അത് പരിശുദ്ധ ഖുർആനിന്റെ ഒരു ശൈലിയാണ്. പലയിടത്തും ആ പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. അതായത് ആ രണ്ട് കാര്യവും അടുത്ത് സംഭവിക്കാൻ പോകുന്നവയാണെന്നും തീർച്ചപ്പെട്ടവയുമാണ് എന്നതിന്റെ അർത്ഥത്തിലാണ് ആ സംഭവിച്ചതുപോലെ അവിടെ പറയുന്നത്. അത് ഖുർആനിൽ പലയിടത്തും കാണാം. എന്തിനു വേണ്ടി? ശ്രോതാക്കളുടെ ശ്രദ്ധ ആകർഷിക്കാനും അതുപോലെ തന്നെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുവാൻ അവരെങ്ങനെ പ്രേരിപ്പിക്കാനും, വരാനിരിക്കുന്ന ഇത്തരം സംഭവങ്ങളെ കുറിച്ച്, അത് കഴിഞ്ഞുപോയി അത് കിട്ടി എന്ന അർത്ഥത്തിൽ തന്നെ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക വിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ഒരു ശൈലിയാണ് അറബി ഭാഷയിൽ. ഉദാഹരണം കാണാം പരിശുദ്ധ ഖുർആനിൽ. അതാ അംറുല്ലാഹ് ഫലാ തസ്തഅജിലു. അല്ലാഹുവിന്റെ കൽപ്പന വന്നെത്തിക്കഴിഞ്ഞു, നിങ്ങൾ തിരക്കൂട്ടണ്ട. വന്നിട്ടില്ല, വരാൻ പോണ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ വരാനിരിക്കുന്ന ഉറപ്പായി സംഭവിക്കുന്ന കാര്യത്തിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞു എന്ന് ഭൂതകാലത്തെ കുറിച്ച് പാസ്റ്റ് ടെൻസ് ആയിക്കൊണ്ട് പ്രയോഗിക്കുന്ന പ്രയോഗങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. അല്ലാതെ ഇപ്പൊ തന്നെ അവിടെ ഇഞ്ചീൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്, എന്റെ കയ്യിലുണ്ട് എന്ന് പഠിപ്പിക്കാനല്ല. അതുകൂടി സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് എന്താണ്? വജഅലനി മുബാറകൻ ഐനമാ കുന്തു. ഞാൻ എവിടെയാണെങ്കിലും അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. മുബാറക്കാണ്. ആ മുബാറക്കൻ എന്നുള്ളയിടത്ത് ധാരാളം വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. എല്ലാം കൂടി കൂട്ടിയാൽ എല്ലാം യോജിക്കുന്ന വ്യാഖ്യാനങ്ങളാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിലൂടെ അനുഗ്രഹം? ചില മുഫസ്സിരീകൾ പറഞ്ഞു വജഅലനി മുഅല്ലിമൻ ലിൽ ഖൈരി. ഞാൻ ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കും എവിടെയാണെങ്കിലും. അതാ എന്റെ ഡ്യൂട്ടി, ജനങ്ങൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അൽ അംറു ബിൽ മഅറൂഫി വൻ നഹ്യു അനിൽ മുൻകരി ഐനമാ കാന. എവിടെയാണെങ്കിലും ജനത്തോട് ഞാൻ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യും. അത് എനിക്ക് കിട്ടിയ ബർക്കത്താണ്. എന്നിട്ടത് വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറയണേ, നമ്മൾക്കൊക്കെ ഒരു ധാരണ ഉണ്ട്, ദീന് പഠിപ്പിക്കുക, ദീന് പ്രചരിപ്പിക്കുക എന്നുള്ളത് ഒരു മോശപ്പെട്ട കാര്യമാണ്. അതിൽക്കൊന്ന് ഇറങ്ങാനൊരു മടി, ആ രംഗത്തേക്ക് വരാനൊരു ഉത്സാഹക്കുറവ്. എന്നാൽ അവരറിയട്ടെ ബിഅന്ന തഅലീമൽ ഖൈരി ഹുവൽ ബറക. ജനങ്ങൾക്ക് ഖൈർ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള അത്ര ഒരു ബറക്കത്തുള്ള സംഗതി വേറെയില്ല. മാത്രല്ല വഅന്ന അല്ലാഹു അസ്സ വജല്ല ഹകദാ അയ്ളൻ വസഫ കിതാബഹു ബിഅന്നഹു മുബാറക്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ അവന്റെ ഖുർആനിനെ തന്നെ വിശേഷിപ്പിച്ചത് എന്താണ്? ബിഅന്നഹു മുബാറകുൻ. ആ ഗ്രന്ഥം എന്താണ്? മുബാറക്കാണ് എന്നാണ്. മുബാറക്കാണ്. എന്താ കാരണം? അതിൽ നിന്നാണ് ജനങ്ങൾ ഇൽമും സന്മാർഗവും ഒക്കെ പഠിച്ചെടുക്കുന്നത്. അതിനാൽ ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ, ആ വ്യക്തി എന്ത് ചെയ്യാണ്? ഹുദയാണ് അദ്ദേഹം പ്രചരിപ്പിക്കുന്നത്. ദുന്യാവിലും ആഖിറത്തിലും ജനങ്ങൾക്ക് ഉപകരിക്കുന്ന കാര്യമാണ് അദ്ദേഹം അതിലൂടെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ പ്രവർത്തനം മുബാറക്കായ പ്രവർത്തനമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖും ഇഖ്ലാസും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഓരോരുത്തരും അവരെ കൊണ്ട് കഴിയുന്ന നിലക്ക് ഖൈർ പഠിപ്പിക്കുന്ന ആളുകളാവണം. അത് നമുക്ക് ബറക്കത്താണ്. ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രപഞ്ചത്തിലുള്ള സർവ്വ വസ്തുക്കളും അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചു കൊണ്ടിരിക്കും. ഹത്തൽ ഹീതാനു ഫിൽ ബഹർ. സമുദ്രാന്തർഭാഗത്ത് ഊളിയിട്ട് കൊണ്ടിരിക്കുന്ന മത്സ്യങ്ങൾ വരെ മുഅല്ലിമുന്നാസ്, ജനങ്ങൾക്ക് ഖൈർ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു ബറക്കത്താണ്. നമ്മൾ മടി കാണിക്കരുത്. നമുക്ക് കിട്ടിയ ഒരു അറിവ് നമ്മൾ കിട്ടാത്തൊരു സഹോദരനോട് പറഞ്ഞു കൊടുക്കുക. ആ പറഞ്ഞു കൊടുക്കുന്നത് അതിന് സ്വീകരിക്കുന്ന മാർഗങ്ങൾ പലതാവാം. ചിലർക്ക് നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞേക്കും, ചിലർക്ക് പ്രസംഗിക്കാൻ കഴിയൂല. ഒരാളെ കിട്ടിയാൽ അയാളുമായിട്ട് ആ വ്യക്തിയെ കുറച്ചു നേരം അയാളെ മുമ്പിൽ കിട്ടിയാൽ സമർത്ഥമായി അദ്ദേഹത്തിന്റെ മനസ്സുകളുടെ ആ അഗാധ തലങ്ങളിലേക്ക് അല്ലാഹുവിന്റെ ദീനിന്റെ ആശയം സന്നിവേശിപ്പിക്കാൻ ഒരു വേള അദ്ദേഹത്തിന് സാധിച്ചേക്കും. റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ നന്നാവും. അങ്ങനെ പലർക്കും പല കഴിവാണ്. എല്ലാവർക്കും എല്ലാ കഴിവും ഉണ്ടാവില്ല.
എന്നാൽ എനിക്കൊന്നിനും കഴിയില്ല എന്ന് പറയുന്നത് ആലസ്യന്മാരുടെ ലക്ഷണമാണ്. എനിക്ക് കഴിയും, എന്റെ കഴിവ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് അത് ജനങ്ങൾക്ക് ഖൈർ പഠിപ്പിച്ചു കൊടുക്കാൻ നിന്നാൽ അതൊരു മുബാറക്കായ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ രണ്ട് ലോകത്തും ചൊരിയപ്പെടുന്ന ഒരു സൽക്കർമ്മമാണ് എന്ന് വളരെ പ്രാധാന്യപൂർവ്വം നമ്മൾ ഇവിടെ മനസ്സിലാക്കി. ഞാൻ മുബാറക്കായി കൊണ്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിടത്ത് ഇതിന്റെ പ്രാധാന്യമാണ് പണ്ഡിതന്മാർ മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മുബാറക്കൻ ഐനമാ കുന്തു, ഞാൻ എവിടെയാണെങ്കിലും, അത് ഇന്ന സ്ഥലത്ത് നിന്നില്ല, എവിടെയാണെങ്കിലും ആ നന്മ നിർവഹിച്ചു കൊണ്ടിരിക്കണം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലറയിൽ അടക്കപ്പെട്ടപ്പോൾ പോലും അവിടെ കിട്ടിയ സന്ദർഭം പോലും മഹാനവറുകൾ പാഴാക്കിയിട്ടില്ല, തൗഹീദ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചോദിച്ചു വന്ന ആളോട് പറഞ്ഞു കൊടുത്തത് എന്താണ്? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഞാൻ പറഞ്ഞു തരാതിരിക്കൂല. അതിന്റെ ഇടയിൽ തിരികെ കയറ്റി അദ്ദേഹം ചില കാര്യങ്ങൾ, അവരുടെ ചോദ്യത്തിന് ഉത്തരം അവരിങ്ങനെ കാത്തു നിൽക്കുമ്പോ അത് പറയുന്നതിന്റെ മുന്നോടിയായിക്കൊണ്ട് മഹാനവറുകൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. യാ സാഹിബൈ സിജ്ൻ, അല്ലയോ എന്റെ ജയിലിലുള്ള സഹതടവുകാരെ, അർബാബും മുതഫരിഖൂന ഖൈർ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, അർബാബും മുതഫരിഖൂന ഖൈർ, വിഭിന്നങ്ങളായ റബ്ബുകളാണോ ഉത്തമം, അതോ ഏകനായ എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്ന ഏകനായ അല്ലാഹുവാണോ? ശിർക്കാണോ തൗഹീദാണോ ജനങ്ങളെ നല്ലത്? ശിർക്ക് മഹാപാതകമാണ്. നിങ്ങൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ അല്ലാഹു ഒരു നിലക്കും പ്രമാണം ഇറക്കിയിട്ടില്ലാത്ത അന്ധവിശ്വാസങ്ങളാണ്. അതുകൊണ്ട് ഏകനായ റബ്ബിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം, നിങ്ങൾ അത് ചിന്തിക്കണേ, നിങ്ങൾ അതിന്റെ മാർഗത്തിലേക്ക് വരണേ എന്ന് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ കഴിയുമ്പോൾ സഹതടവുകാരോട് പോലും സംസാരിക്കാൻ താല്പര്യം കാണിച്ചുവെങ്കിൽ നമ്മളുടെ അവസ്ഥ നമ്മൾ പരിശോധിക്കണം. നമുക്ക് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ തൗഹീദ് അറിഞ്ഞിട്ടില്ലാത്ത ഒരാളോട് തൗഹീദ് ഒന്ന് അവനാനെ കൊണ്ട് പറയാൻ കഴിയാവുന്ന ശൈലിയിലും കഴിവിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഒന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് വരാൻ പോകുന്നത്? ആ മനുഷ്യൻ നന്നായെങ്കിൽ അയാളുടെ ജീവിത മാസകലം ആ ഒരു തൗഹീദും ഈമാനും അനുസരിച്ച് ജീവിക്കുന്നതിന്റെ ഒരു പ്രതിഫലം അയാൾക്ക് ഒട്ടും കുറയാതെ സഹോദര ജീവിച്ചിരിക്കുമ്പോഴും ഇനി മരണാനന്തരം നമ്മുടെ അക്കൗണ്ടിലേക്കും കറന്റ് അക്കൗണ്ടായി ഒഴുകി വരില്ലേ മുറിയാതെ. എന്താ നമ്മൾ അമാന്തം കാണിക്കുന്നത്? എന്താ നമ്മൾ നല്ല സദസ്സുകളോട് വിമുഖത കാണിക്കുന്നത്? എന്താ നമ്മൾ നല്ല സംസാരങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിൽ പിറകോട്ടടിക്കുന്നത്? എന്താണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് ജീവിതത്തിൽ ബറക്കത്തില്ല എന്ന് നമ്മൾ ആവലാതിപ്പെടുന്നു, വേവലാതിപ്പെടുന്നു. എങ്ങനെ ഉണ്ടാവുക? ബറക്കത്തിന് അല്ലാഹു നിശ്ചയിച്ച മാർഗങ്ങളോട് നമുക്ക് വൈമുഖ്യമാണെങ്കിൽ റബ്ബിന്റെ ബറക്കത്തിന്റെ വരവും നമുക്ക് കുറഞ്ഞു പോവില്ലേ? ചിന്തിക്കണം. വജഅലനി മുബാറക്കൻ ഐനമാ കുന്തു. തുടർന്നുകൊണ്ട് അദ്ദേഹം പറയുന്ന വാചകം എന്താണ്? വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ. എന്നോട് ഉപദേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ ഉപദേശിക്കപ്പെട്ടവനാണ്, ശക്തമായി എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്നോട് വസിയത്ത് ചെയ്തിരിക്കുന്നു എന്റെ റബ്ബേ, ബിസ്സലാ നിസ്കരിക്കണം, വസ്സകാ സകാത്ത് കൊടുക്കണം, മാ ദുംതു ഹയ്യ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. ആരാധന കുറച്ചു കാലം കഴിഞ്ഞാൽ നിർത്തിവെക്കാനുള്ളതല്ല. നിസ്കാരവും സകാത്തും ഇസ്ലാമികമായ കർമ്മങ്ങളൊക്കെ ഒരു മനുഷ്യന്റെ ഇബാദത്ത് മരണം വരെ ചെയ്യേണ്ട സംഗതിയാണെന്നാണ് ആ സന്ദേശം. കുറച്ചു കാലം ചെയ്യല്ല. നമുക്കെങ്ങനെ അറിയാം? ആവേശം തോന്നുമ്പോൾ കുറച്ചാണ് ചെയ്യും, പിന്നെ ആ രംഗത്തൊക്കെയില്ല. നല്ല സജീവമായിരുന്ന ആളുകൾ പിന്നെ പിറകോട്ടടിക്കും. അതിനെന്തെങ്കിലും ഒരു ശൈത്താൻ വസ്വാസിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താ പറയുന്നത്? വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി, എനിക്ക് തോന്നുമ്പോന്നല്ല, മാ ദുംതു ഹയ്യ ജീവിച്ചിരിക്കുന്നിടത്തോളം നിസ്കാരം കൊണ്ട് കൽപ്പിക്കും. അപ്പൊ നിസ്കാരം എന്ന് പറയുന്ന ഇബാദത്ത് ഈ സമുദായത്തിന് മാത്രമായിരുന്നോ? അല്ല. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ത്? നിസ്കരിക്കണം. സകാ അന്നുണ്ട്. ധനത്തിന്റെ ശുദ്ധീകരണവും ധനവാന്റെ മനസ്സിന്റെ ശുദ്ധീകരണവും, രണ്ട് ശുദ്ധീകരണങ്ങൾ ഒരുമിച്ച് സമ്മേളിക്കുന്ന ഇബാദത്താണ് സകാത്ത്. ധനം ശുദ്ധിയാകുന്നു, ധനവാന്റെ ധനികന്റെ മനസ്സും ശുദ്ധിയാകുന്നു. മനസ്സിൽ പിശുക്ക് എന്ന് പറയുന്ന, മറ്റുള്ളവർക്ക് നന്മ വരുന്നതിൽ അസൂയയുള്ള,
അത്തരത്തിലുള്ള മാനസികമായ ചിന്തയുള്ള ആളുകൾക്ക് സക്കാത്ത് കൊടുക്കാൻ കഴിയൂല. അങ്ങനത്തെ സക്കാത്ത് കൊടുത്തിട്ട് സ്വീകരിക്കൂല. അതേ അവസരത്തിൽ സക്കാത്ത് നിറമനസ്സോടെ സന്തോഷത്തോടെ കൊടുക്കേണ്ട സംഗതിയാണ്. ഒരാളോടും കുശുമ്പില്ല, അയാൾക്ക് കിട്ടുന്നതിൽ ഒരു പ്രയാസമില്ല, ഒരാളുടെ നന്മയിൽ വളർച്ചയില്ല, അസൂയയില്ല. കഷ്ടപ്പെടുന്ന ആളുകളോടുള്ള അനുകമ്പ, പ്രയാസപ്പെടുന്ന ആളുകളോടുള്ള മനസ്സിന്റെ വേദന, ദയാവായ്പ്, ദാക്ഷിണ്യം, വാത്സല്യം എല്ലാം സമ്മേളിക്കുകയാണ് അയാളുടെ മനസ്സിൽ. സക്കാത്ത് കൊടുക്കുന്നതിലൂടെ മനസ്സിന്റെ കറ കഴുകിക്കളയാണ്. അതാ അയാളുടെ മനസ്സ് തസ്കിയത്ത് കിട്ടുന്നുണ്ട്, ശുദ്ധീകരണം കിട്ടുന്നുണ്ട്. തീർന്നില്ല, അയാളുടെ മുതലും ശുദ്ധിയാകുന്നുണ്ട്. എന്താ? മുതലിലെ മാലിന്യവും കറയുമാണ് അന്യരുടെ അവകാശമായ സക്കാത്തിന്റെ വിഹിതം. അത് കൊടുത്ത് തീരുവോളം തന്റെ മുതൽ കറ പുരണ്ടതും മാലിന്യം നിറഞ്ഞതുമായി കിടക്കും. അത് കൊടുത്ത് ശുദ്ധിയായാലേ നമ്മുടെ മുതൽ ക്ലീൻ ആവുകയുള്ളൂ. അപ്പൊ അന്നും ഉണ്ടാ കൽപ്പന, ഞാൻ അതിന് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. നിസ്കാരത്തിന്റെ ഒക്കെ ഗൗരവം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം. എവിടെയും നിസ്കാരത്തിന്റെ പ്രാധാന്യം. ഇന്ന് അസുഖമായി കഴിഞ്ഞാൽ നിസ്കരിക്കൂല ആളുകൾ, അസുഖമായ നിസ്കരിക്കൂല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടാൽ നിസ്കരിക്കൂല. അതിന് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ബന്ധുക്കൾക്കും നിസ്കാരമില്ല. അതിന് ശൈത്താൻ ചില വസ്വാസുകൾ ഇട്ടുകൊടുക്കുകയും ചെയ്യും. ഹോസ്പിറ്റലല്ലേ, പല നഴ്സുമാരും പലരും കയറിയടങ്ങുന്ന ഇടമല്ലേ, വൃത്തികേടല്ലേ, മൂത്രത്തിന് ട്യൂബിട്ടിരിക്കല്ലേ, മൂത്രത്തിന്റെ ട്യൂബിന്റെ ബാഗുമായിട്ടല്ലേ, ശരീരത്തിലൊക്കെ മാലിന്യല്ലേ, കിബിലല്ലോ, കിടക്കല്ലേ, അനങ്ങാൻ വയ്യല്ലോ, ഒതെടുക്കാൻ വയ്യല്ലോ, പല കാരണങ്ങൾ പറഞ്ഞിട്ട് അത് ഒഴിവാകും. ഇസ്ലാമിന്റെ നിയമം എന്താ? ഓർമ്മയുണ്ടോ, ഓർമ്മയുണ്ടോ ശരിക്കും നിനക്ക്, എങ്കിൽ നിസ്കരിച്ചോളണം. നിൽക്കാൻ കഴിയില്ല, ഇരുന്നോ, ഇല്ലേ കിടന്നോ, കൺപോള കൊണ്ട് ഇഷാറ മാത്രമേ കഴിയുള്ളൂ, അത് ചെയ്തോ. അതിനും കഴിയില്ലേ, ഓർമ്മ മാത്രമുണ്ട്, അനക്കല്ല, മനസ്സുകൊണ്ട് നിസ്കരിച്ചോ. ഒഴിവുണ്ടോ? ഇതൊക്കെ നമ്മൾ പറയും. നമുക്കൊരു പ്രശ്നത്തെ നമ്മൾ നിസ്കരിക്കൂല. എത്രയോ ആളുകൾ, നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പല രോഗികളെയും അഡ്മിറ്റ് ചെയ്യപ്പെട്ട ആളുകളെ പോയി കാണുമ്പോൾ ആരും ചോദിക്കൂല ഇയാൾ നിസ്കരിക്കുന്നുണ്ടോ. എല്ലാവർക്കും ഭയങ്കര സഹതാപമാണ്, എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ്. പക്ഷെ നമ്മൾ പോകുന്നവർ പോലും ചോദിക്കൂല. നമ്മൾ കൊടുക്കണം, മരുന്നൊക്കെ കിട്ടുന്നില്ലേ, ഇപ്പൊ എന്താ ചികിത്സ, എങ്ങനെ എത്ര നേരം ഇഞ്ചക്ഷൻ ഉണ്ട്, എന്താണ് ഫുഡൊക്കെ കൊടുക്കുന്നത്, ഒക്കെ ചോദിക്കും. ഇദ്ദേഹം എങ്ങനെ നിസ്കരിക്കുന്നത് നമ്മൾ ആരും ചോദിക്കാറുണ്ടോ? ചോദിക്കണം എന്നാ ഞാൻ പറയുന്നത്, ചോദിക്കണം. എന്താ കാരണം? എന്താ? ചോദിച്ചയിടത്തൊക്കെ ഉത്തരം പ്രതികൂലമായിരുന്നു. നിസ്കരിക്കാറില്ല. കൃത്യമായി നിസ്കരിക്കുന്ന ആളുകൾ അവിടത്തെ നിസ്കരിക്കാറില്ല. അള്ളാഹു നമ്മെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വരാം, പരീക്ഷണങ്ങൾ വരാം. പക്ഷേ ഒരിക്കലും നീ നിന്റെ രക്ഷിതാവിനെ ആരാധിക്കടേ, മരണം നിനക്ക് വരുന്നത് വരെ, മരണം വരെ. ഓർമ്മ ഉണ്ടാവും, മരിക്കോളം ചെയ്യണം എന്ന് ഒഴിവൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് നീ വീട്ടിൽ പോയിട്ടൊക്കെ ഒന്നായിട്ട് ഖളാ വീട്ടുക, അങ്ങനത്തെ ഒരു സമ്പ്രദായ ഇസ്ലാമിലില്ല. ഇതൊക്കെ നമ്മൾ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുമ്പോൾ, രോഗം കാണാൻ പോകുമ്പോഴും അത് നോക്കാൻ നിൽക്കുന്നവർക്ക് ഇതിനെ സംബന്ധിച്ച് ഇൽമു വേണം. എന്തൊക്കെ സംവിധാനങ്ങൾ, ഇളവുകൾ രോഗിക്കുണ്ട് എന്ന് അറിയണം, പഠിക്കണം. നിസ്കാരത്തിന് ഒഴിവില്ല. മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം വേണ്ടതാണ്. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും എന്നോട് നിസ്കാരവും സക്കാത്തും കൊണ്ട് വസിയത്ത് ചെയ്തിരിക്കുന്നു എന്ന് മഹാനവറുകൾ പറയണം. തീർന്നില്ല. എന്റെ മാതാവിനോട് നന്മ ചെയ്യണമെന്നും വസിയത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നോട്. ഉമ്മയോട് ഞാൻ ഏറ്റവും കൂടുതൽ നല്ല നിലക്ക് വർത്തിക്കണം. അല്ലാഹുവിനോടുള്ള കടമ കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നതാണല്ലോ, വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ അനിഷ്കുർ ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ. നീ എനിക്ക് നന്ദി കാണിക്കണം, എന്നോട് നന്ദി കാണിക്കണം, നിന്റെ മാതാപിതാക്കളോടും. അത്ര ഗൗരവമുള്ള കാര്യമാണല്ലോ പറഞ്ഞത്. മാതാപിതാക്കളോടുള്ള സ്നേഹം. ഇവിടെ പിതാവ് എന്ന് പറയാനില്ലല്ലോ, ഉമ്മയല്ലേ ഉള്ളൂ. ഈസാ നബി അലൈഹിസ്സലാം ആണല്ലോ ബർറം ബി വാലിദതി എന്ന് പറഞ്ഞത്. യഹ്യാ നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോഴോ ബർറം ബി വാലിദൈഹി എന്നാ പറഞ്ഞത്. മാതാപിതാക്കളോട് രണ്ടാളോടും. ഇവിടെ പറഞ്ഞപ്പോഴോ ബർറം ബി വാലിദതി, എന്റെ ഉമ്മാനോട്. ഉമ്മയുള്ളൂ, ബാപ്പല്ല. അതിന്റെ പ്രാധാന്യം അതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. പക്ഷെ ഇടപാടുകളിൽ ഉമ്മാനോടും ബാപ്പാനോടും ഒക്കെ വളരെ
ഷൗട്ട് ചെയ്ത് സംസാരിച്ച് ഒച്ചട്ട് ഉറക്കെ സംസാരിച്ച് ബഹുമാനം നഷ്ടപ്പെടുത്തി നമ്മൾ വിചാരിക്കുന്നത് നടന്നില്ലെങ്കിൽ പിന്നെ വാപ്പയും വലിപ്പേറൂല, നമുക്ക് ഉമ്മയും വലിപ്പേറൂല, ചീത്ത വിളിച്ച് പറഞ്ഞ് എല്ലാ മോശപ്പെട്ട പെരുമാറ്റങ്ങളും അനുഭവിക്കാതെ ലോകം വിടൂല. അനുഭവിക്കാതെ ഈ ലോകത്ത് നിന്ന് ജീവൻ പോവില്ല. ആരും അങ്ങനെ വിചാരിക്കണ്ട. അനുഭവിക്കാതെ ഈ ലോകത്ത് നിന്ന് ജീവൻ പോവില്ല ഒരാളുടേതും. ഉമ്മയുടെ കണ്ണുനീർ, ഉപ്പയുടെ കണ്ണുനീർ അകാരണമായി ഭൂമിയിൽ വീണിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നിന്നും കൂടി അനുഭവിച്ചിട്ട് ബാക്കി പരലോകത്തൊന്നും അനുഭവിക്കാതെ പോവില്ല. അതാ അവർ മരിച്ചാലും നമുക്ക് ഇടമുണ്ട്. അവർ ഓർക്കുമ്പോഴൊക്കെ പറയണം, പടച്ചോൻ എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണം, എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണം. റബ്ബി ഗഫിർലി വലിവാലിദയ്യ. ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചാലും റബ്ബി ഗഫിർലി വലിവാലിദയ്യ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ റബ്ബി ഗഫിർലി വലിവാലിദയ്യ റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ. അവരുടെ അമലുകളുടെയൊക്കെ കാലം കഴിഞ്ഞവരുന്ന ഖബറുകളിലാണ്. റബ്ബേ, ഞങ്ങളുടെ ഒരു ദുആ അവർക്ക് കിട്ടും. നീ പറഞ്ഞതാണ്, മരിച്ചാലും മുറിഞ്ഞു പോകാത്ത കറന്റ് അക്കൗണ്ടായി ഇങ്ങനെ ചെന്ന് ചേർന്നുകൊണ്ടിരിക്കുന്ന 3 കാര്യങ്ങളുടെ ഒരു മനുഷ്യൻ മരിച്ചാലും വലദുൻ സാലിഹുൻ യദഉ ലഹു. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ ഒരു മോൻ, ഒരു സന്താനം, ഒരു മകൾ, ഒരു മകൻ ആരാവട്ടെ. ദുആ മറക്കരുത്, ദുആ മറക്കരുത്. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ് കടമാണെന്ന് വിചാരിക്കരുത്. മാത്രല്ല സഹോദരന്മാരെ, മരണാനന്തരം കാണിക്കുന്ന മാതാപിതാക്കളോടുള്ള സ്നേഹത്തിന് ഇഖ്ലാസ് കൂടും എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് നമ്മൾ മറന്നുപോകരുത്. എന്താ കാരണം? വാപ്പിമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അവരെ സോപ്പിടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മക്കൾക്ക് വാപ്പിമ്മയൊക്കെ ഒന്ന് സന്തോഷിക്കട്ടെ, നിന്നെ നോക്കണം മോനാണെന്ന് വാപ്പന്റെ അടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണം എന്നായിക്കൂടെ. ആ ഇഖ്ലാസിൽ ഒരു നീയത്തിൽ ഒരു വെള്ളം ചേർക്കാൻ ശൈത്താന് പറ്റുമല്ലോ. ജീവിച്ചിരിക്കുന്ന ഉമ്മാനും വാപ്പാനിക്ക് നല്ലോ സ്നേഹിക്കുക, അവരോടൊക്കെ ഇങ്ങനെ നല്ല ആരൊക്കെ പെരുമാറി. എന്തിനാ? ഉമ്മയും വാപ്പാക്കൊക്കെ എന്നെ കുറിച്ച് നല്ല മോനാ, നല്ലോ നോക്കുന്നുണ്ട്, നാലാളോടൊക്കെ അഭിപ്രായം പറയണം, എനിക്ക് കഷ്ടമല്ല, എൻ്റെ മോനാ വളരെ എന്നെ നോക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരു പേര് കിട്ടാനുള്ള ഒരു നീയത്ത് അതിൽ കടന്നുകൂടാലോ. നാം മരിച്ചാലോ എന്താ കിട്ടാനുള്ളത്? ഉമ്മണ്ടോ ഇനി ആൾക്കാരോട് പറയാൻ? പാപ്പുണ്ടോ? അത് ഇഖ്ലാസിന്റെ കടുകട്ടിയായിരിക്കും. വളരെ കൃത്യമായിട്ട് നല്ല ഇഖ്ലാസ് ആ രംഗത്ത് വരും. വാപ്പിയില്ല, അമ്മയില്ല, ഒന്നും കിട്ടാനില്ല. അല്ലാഹ് പ്രാർത്ഥനയുടെ ഏറ്റവും ഉത്തരം കിട്ടുന്ന വേളയിൽ തനിക്ക് വേണ്ടി ത്യാഗം സഹിച്ച് തന്നെ പോറ്റി വളർത്തിയ തന്റെ മാതാവിന് വേണ്ടി പ്രയാസങ്ങൾ ഏതും സഹിച്ചുകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് വേണ്ടതൊക്കെ വേണ്ട സമയത്ത് ഇഷ്ടം പോലെ തന്ന് എന്നെ വളർത്തി വലുതാക്കിയ എന്റെ ഉപ്പാക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാൻ റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ വബർറൻ ബിവാലിദതി നബിമാർ കൽപ്പിക്കപ്പെട്ടതാണ്. നബിമാരത് കൽപ്പിക്കപ്പെട്ടു, അവരത് ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു. വബർറൻ ബിവാലിദതി തീർന്നില്ല. വലം യജഅൽനി ജബ്ബാറൻ ശഖിയാ. എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഹങ്കാരിയാക്കിയിട്ടില്ല, ദൗർഭാഗ്യവാനുമാക്കിയിട്ടില്ല. കാരണം ധിക്കാരികളും അഹങ്കാരികളും ഒക്കെയാണ് അള്ളാഹുവിനെ അനുസരിക്കുന്നതില്ലെന്ന്, റബ്ബിന് ശരിക്ക് ആരാധന നിർവഹിക്കുന്നതില്ലെന്നും, മാതാപിതാക്കളോട് ധിക്കാരം കാണിക്കുന്ന സ്വഭാവമൊക്കെ പുലർത്തി ജീവിക്കുക, അത് ദൗർഭാഗ്യവാന്മാരുടെ ലക്ഷണമാണ്, അത് അഹങ്കാരികളുടെ ലക്ഷണമാണ്. അത് എന്നിലില്ല, എന്നെ റബ്ബ് അത്തരക്കാരിൽ പെടുത്തിയിട്ടില്ല. വലം യജഅൽനി ജബ്ബാറൻ ശഖിയാ. അവസാനിപ്പിക്കുകയാണ്, വസ്സലാമു അലയ്യ യൗമ ഉലിതു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യാ. എന്റെ മേൽ രക്ഷയുണ്ടെന്നാണ് അല്ലാഹ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. എപ്പോ ഞാൻ ജനിച്ച ദിവസം, അതുപോലെ തന്നെ ഞാൻ മരണപ്പെടുന്ന ദിനവും, ഇനി നാളെ പരലോകത്തേക്ക് അതേ റബ്ബിന്റെ കോടതിയിൽ ഞാൻ അവിടേക്ക് ഞാൻ ഹാജരാക്കപ്പെടുന്ന വേളയിലും എനിക്ക് നിർഭയത്വമുണ്ട്, എനിക്ക് സലാമത്തുണ്ട്, എനിക്ക് രക്ഷയുണ്ട്. യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞിടത്തും മഹാനവറുകളും ആ കാര്യത്തിൽ പറഞ്ഞിരുന്നു. അവിടെയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന മുഫസ്സിരീങ്ങൾ പറഞ്ഞ ഒരു കാര്യം, വഅന്ന ഹാദിഹിൽ മവാത്തിനു സലാസ അഹ്വജ മാ യകൂനുൽ ഇൻസാനു ഫീഹാ ഇലൽ അംനി വസ്സലാമ. 3 ഘട്ടങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതത്വവും നിർഭയത്വവും കിട്ടേണ്ട സമയമാണ്. ഒന്ന് ജനിക്കുമ്പോ, ഒന്ന് മരിക്കുന്ന നേരത്ത്, ഒന്ന് പരലോകത്തേക്കുള്ള യാത്രയാകുന്ന വേളയിൽ ഏറ്റവും മനുഷ്യന് അല്ലാഹുവിന്റെ പ്രത്യേക കാവലും നിർഭയത്വവും സലാമത്വവും ഒക്കെ കിട്ടേണ്ട സമയമാണ്. ഇവർക്ക് പ്രത്യേകം കിട്ടി എന്നാണ് കുഞ്ഞായിരിക്കെ തന്നെ സംസാരിക്കുമ്പോ പറഞ്ഞവസാനിപ്പിച്ച കാര്യം അതാണ്. സഹോദരങ്ങളെ, നമ്മുടെയും ജീവിതത്തിൽ നമുക്കിതൊക്കെ വേണം.
ജീവിതത്തിൽ നമുക്ക് സുരക്ഷിതത്വം വേണം, നല്ല മരണം വേണം. യൗമ അമൂത്ത്, നല്ല മരണം വേണം. മുസ്ലിമായി മരിക്കാൻ കഴിയണം, സാലിഹീങ്ങളുടെ കൂടെ ചെന്ന് ചേരാൻ കഴിയണം. യൗമ ഉബഅസു ഹയ്യ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അതിന് നമ്മൾ പ്രവർത്തിക്കണം, പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. അതിന് വിഘാതമായതൊന്നും വരാതെ നോക്കണം. ഏറ്റവും വലിയ സന്ദേശം കൂടി ഇതിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ടാണ് അല്ലാഹു തആല പറയുന്നത്, ദാലിക ഈസ ഇബ്നു മറിയം, അതാണ് മറിയമിന്റെ പുത്രൻ ഈസ എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് ശേഷമുള്ള സംഭവവികാസങ്ങളെ സംബന്ധിച്ച് അല്ലാഹു തആല പ്രതിപാദിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത അവസരത്തിൽ നമുക്കത് തുടരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാരഥന്മാരായ അമ്പിയാക്കളുടെ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനാകുന്ന പാഠങ്ങളെ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ അതിൻ്റെതായ പ്രതിഫലനങ്ങൾ നമ്മുടെ നടപടിക്രമങ്ങളിൽ ഉണ്ടാകുവാനും ദുഷിച്ച പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുവാനും ഇതൊക്കെ കരുത്തു പകരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.